പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹീതമായ വിശുദ്ധ പ്രഭാതവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ബഹുമാനരായ എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുലനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കും. ഒരു ചെറിയ ആത്മീക ചിന്ത ഈ അതിരാവിലെ നിങ്ങളോട് ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടും. 118 സങ്കീർത്തനം അതിൻ്റെ 22, 23 വേദവാക്യങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നു: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം ആയിരിക്കും. അത് പ്രിയമുള്ളവരെ, വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദശകലമാണ് ഈ രാവിലത്തെ അല്പ മിനിറ്റത്തെ വചന വിചിന്തനത്തിനായിട്ട് നാം ഇവിടെ വായിച്ച് കേൾക്കുകയുണ്ടായത്. 118 സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ ചരിത്രങ്ങളിലേക്കോ പശ്ചാത്തലങ്ങളിലേക്കോ ഒന്നും കടക്കാതെ വായിച്ച വാക്യത്തിലൂടെ 1-2 ചിന്തകൾ മാത്രം പങ്കുവെച്ച് എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഒരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം അതേറ്റവും പ്രാധാന്യത ഉള്ളതാണ്. അടിസ്ഥാനത്തിന്മേലാണ് മുകളിലേക്ക് പണി ആരംഭിക്കുന്നത്. അടിസ്ഥാനം ശരിയല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് അത് ഉയർന്നു വരുവാനായിട്ട് കഴിയുകയില്ല, ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് കഴിയുകയില്ല. ഈ വാക്യത്തിനകത്ത് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ ഒരു കല്ലിനെ പറ്റി കാണുന്നുണ്ട്. അവ പണിയുന്നവര് നോക്കിയത്, പണി ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും ആ കല്ലിൻ്റെ ഷേപ്പ് നോക്കിയപ്പോൾ, ആകൃതി നോക്കിയപ്പോൾ, അതിൻ്റെ വലിപ്പം നോക്കിയപ്പോൾ, അതിൻ്റെ പൊക്കം നോക്കിയപ്പോൾ, അതിന് പുറമെയുള്ള തലങ്ങൾ നോക്കിയപ്പോൾ അതൊന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഒരു തള്ളൽ, ഒരു മാനുഷിക വിധി അവിടെ വന്നു. ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇന്ന് പകൽ ഒരു ശബ്ദം ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ അനേകരും വിലയിരുത്തുമ്പോൾ കൊള്ളത്തില്ലെന്നും പ്രയോജനമല്ലെന്നും ഗുണമല്ലെന്നും നിന്നെക്കൊണ്ടൊരു യൂസുമില്ലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത നിന്റെ അകത്ത് നിന്നെ ഭരിക്കുന്നെങ്കിൽ, ഈ വചനത്തോട് ചേർത്ത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മോട് പറയുന്നു: മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ മാന്യവും ശ്രേഷ്ഠമായ ഒരു മൂലക്കല്ലാക്കി നിന്റെ ഭവനത്തിനകത്ത് മാറ്റുവാൻ, നിന്റെ സഭയ്ക്കകത്ത് മാറ്റുവാൻ, നിന്റെ സഹോദരങ്ങളുടെ മധ്യ നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, നിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ അവരുടെ നടുവെ നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ദൈവത്തിന് നിന്നെക്കുറിച്ച്, എന്നെക്കുറിച്ച്, നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ടെന്ന് ഈ വചന വെളിച്ചത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ രാവിലെ സമയം നമ്മോട് വ്യക്തമായി ഇടപെടുകയാണ്. അപ്പൊ തള്ളുന്നത് ഒരു മനുഷ്യന്റെ വിധിയാണ്. അത് പണിക്കാർ നോക്കുന്നു, പുറമെ നോക്കുന്നു, അവർക്കത് യോജിക്കാത്തത് കൊണ്ട് അവര് അത് വലിച്ചെറിയുന്നു. വലിച്ചെറിയപ്പെടലിൽ വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിന്റെ മുൻപിലും അതിന്റെ പിൻപിലും നിനക്ക് വേണ്ടി അത്ഭുതത്തെ പ്രവർത്തിക്കുന്ന ഒരു ദൈവകരത്തെ ഈ രാവിലെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഉയർത്തുന്നത് അത് ദൈവത്തിന്റെ വിധിയാണ്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് ഒരുമിച്ച് പന്തിക്കിരുത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ മനുഷ്യന്റെ വിധികളെ, ആ തള്ളുന്ന വിധികളെ നീ ഭയപ്പെടേണ്ട. ഉയർത്തുന്ന ദൈവത്തിന്റെ ഒരു വിധിയുണ്ട്. സമയമാകുമ്പോൾ തക്ക സമയത്ത് നീതിയോടെ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവ മഹത്വം തിരിച്ചറിയാനാ ഇടയായി തീരട്ടെ. അത് ആശ്ചര്യം, അത് ദൈവത്തിന്റെ വഴിയാണ്. 23 എന്താ പറഞ്ഞത്? ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നത്.
ആശ്ചര്യം അത് ദൈവത്തിന്റെ വഴിയാണ്, യഹോവയാൽ സംഭവിച്ചുവെന്ന് ചിലത് ഇന്ന് പകൽ പറയാനിടയാകണം കേട്ടോ. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധിയിലും, കടന്നു വരുന്ന ഏത് പ്രതികൂലത്തിലും, ഏത് കഷ്ടതയിലും ഇന്ന് രാവിലെ ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഇത് യഹോവയാൽ സംഭവിച്ചുവെന്ന്. പരാജയമാണെന്ന് ലോകം പറയുമ്പോൾ, ലോക തോൽവിയാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ, ഇനി ഉയരത്തില്ലെന്നും നടക്കത്തില്ലെന്നും ചലിക്കത്തില്ലെന്നും എഴുന്നേൽക്കത്തില്ലെന്നും ഒരു ദൈവപ്രവൃത്തി ഇല്ലെന്നും ഒരു പ്രകാശം ഉദിക്കത്തില്ലെന്നും മുഴുവൻ ഇരുട്ടാണെന്നും അന്ധകാരമാണെന്നും തള്ളപ്പെട്ടെന്നും തഴയപ്പെട്ടെന്നും ലോകം നിന്നെ നോക്കിയോ, തലമുറയെ നോക്കിയോ, സഭയെ നോക്കിയോ, നിന്റെ കുടുംബത്തെ നോക്കിയോ, നിന്റെ ആത്മികതയെ നോക്കിയോ പറഞ്ഞാലോ, ഇന്ന് പകൽ നീ ആത്മാവിൽ പറയണം, ഇത് യഹോവയാൽ സംഭവിച്ചത് കൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമാകുമാർ നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന, നിന്നെ കരം പിടിക്കുന്ന, നിന്നെ മാനിക്കുന്ന ദൈവത്തിന്റെ കരത്തെ നിനക്ക് വേണ്ടി റൈറ്റ് ടൈമിൽ വെളിപ്പെടുത്തുമെന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം ഈ വചന സന്ദേശത്തിലൂടെ എന്നിലും നമ്മിലും പകരപ്പെടാനിടയാകട്ടെ. യഹോവ നിന്നെ ഉയർത്തിയ, യഹോവയാലാ സംഭവിച്ചതെങ്കിൽ ജോസഫിനെ അടിമയാക്കി സഹോദരന്മാർ വിറ്റുകളഞ്ഞു. പക്ഷെ ദൈവം അവനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. വിശദീകരിക്കാനായി ഞാൻ തുനിയുന്നില്ല. ദാവീദിനെ ഇടയനായിട്ട് തന്റെ അപ്പനും തന്റെ അമ്മയും തന്റെ സഹോദരങ്ങളും മാറ്റി നിർത്തി ദൈവം അവനെ ഒരു രാജാവായി ഉയർത്തിക്കൊണ്ടുവരാനിടയായി തീർന്നു. യേശുവിനെ തന്റെ സ്വന്തക്കാര് പോലും, പ്രിയപ്പെട്ടവര് പോലും, കൂടെ നടന്നവര് പോലും ക്രൂശിക്കേണ്ടതിന് വേണ്ടി മുൻപന്തി നിന്നപ്പോൾ യേശുവിന്റെ കുരിശ്, യേശുവിന്റെ ക്രൂശ് മരണം അത് സിംഹാസനത്തിലേക്ക് വഴിതെളിച്ചെങ്കിൽ ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്റെ വിഷയത്തിന് മേൽ പ്രവർത്തിച്ചാൽ ചില കാര്യങ്ങൾ നടക്കും കേട്ടോ. ദൈവം നിന്റെ വിഷയത്തിന് മേൽ ഇടപെട്ടാൽ, ദൈവം നിന്റെ തലമുറയുടെ വിഷയത്തിന് മേൽ ഇടപെട്ടാൽ, ദൈവം നിന്റെ കുടുംബത്തിന്റെ, ദൈവം നിന്റെ സഭയുടെ, ദൈവം നിന്റെ വിഷയത്തിന് മേൽ ഇടപെട്ടാൽ മനുഷ്യന് ക്രെഡിറ്റ് എടുക്കുവാനായി കഴിയുകയില്ല. ഒന്നുകൂടെ ഞാൻ വാക്ക് ആവർത്തിക്കുക, ദൈവമാണ് ഇടപെടുന്നതെങ്കിൽ ഒരു മനുഷ്യന് നിന്റെ ജീവിതത്തിൽ ക്രെഡിറ്റ് എടുക്കാനായി കഴിയുകയില്ല കേട്ടോ. അതിന് മറ്റുള്ളവരോട് നീ വിശദീകരണങ്ങൾ നൽകേണ്ട ആവശ്യകത വരത്തില്ല. സ്വർഗം നിനക്ക് വേണ്ടി ഇടപെടും, സ്വർഗം നിനക്ക് വേണ്ടി സംസാരിക്കും, സ്വർഗമായിരിക്കും വിശദീകരണം നൽകുന്നത്. അതെ, മറ്റുള്ളവർ ആശ്ചര്യം കൂറുമാറ്, മറ്റുള്ളവർ ആശ്ചര്യമെന്ന് മാത്രം പറയത്തക്ക നിലവാരത്തില് സ്വർഗം ഇടപെടുമെന്ന് നീ ആത്മാവെ തിരിച്ചറിയട്ടെ. അതിന്റെ പിൻപിൽ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നിന്നെ ഉയർത്തിയാൽ സാക്ഷ്യം കൂടും, വെല്ലുവിളി കൂടും. അത് മാത്രമല്ല കേട്ടോ, ശത്രുതയും വർദ്ധിക്കാനിടയായി തീരും. ഒരിക്കൽ കൂടെ ഞാൻ പറയാ, ദൈവം നിന്നെ ഉയർത്തുമ്പോഴും സാക്ഷ്യം നിനക്ക് വർദ്ധിക്കും, അതോടൊപ്പം തന്നെ വെല്ലുവിളികൾ വർദ്ധിക്കും, ശത്രുതകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഭാരം ചുമക്കാൻ കഴിയുന്ന ഒരു ശക്തി നിന്റെ മേൽ ഇന്ന് രാവിലെ ആത്മാവ് വെളിപ്പെടുത്തും. അതുകൊണ്ട് മനുഷ്യൻ തള്ളിയ കല്ലിനെ ഒരു മൂലക്കല്ലാക്കി, ഒരു കോർണർ സ്റ്റോൺ ആക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ കോർണർ സ്റ്റോണായി നീ ഇന്ന് പകൽ മാറട്ടെ. നിന്റെ സഭയ്ക്കകത്ത് നീ ഒരു മൂലക്കല്ലായി മാറട്ടെ. ഒന്നിന്റെ ഭവനത്തിനകത്ത് നീ ഒരു മൂലക്കല്ലായി മാറട്ടെ. നിന്നിൽ കെട്ടിടം മുഴുവൻ യുക്തമായി പണിയത്തക്ക നിലവാരത്തിൽ എന്നെ അനേകർ തള്ളിക്കളഞ്ഞ ദേവദാസനെ മാറ്റി നിർത്തിയതാ, വലിച്ചെറിഞ്ഞതാ, എടുത്ത് മാറ്റിയതാ. ഇന്ന് പകൽ നിന്നെ ഒരു കോർണർ സ്റ്റോൺ ആക്കി, നിന്നെ ഒരു മൂലക്കല്ലാക്കി മാറ്റാൻ, നിന്നിലൂടെ പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ, നിന്നിലൂടെ പണികാര്യങ്ങളെ ക്രമപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് മറക്കരുത്. ഹല്ലേലൂയ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്, അത് പണിയുന്നവർ തന്നെ നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, പണിയേണ്ടവർ നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുമ്പോൾ അതിനെ നീ മനസ്സിലാക്കണം, നിന്നെ ദൈവം പണിതുകൊണ്ടിരിക്കുക, ദൈവം നിന്നെ ചെത്തിക്കൊണ്ടിരിക്കുക, ദൈവം നിനക്ക് ഷെയ്പ്പാക്കിക്കൊണ്ടിരിക്കുക, ദൈവം നിന്നെ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തിനെന്ന് വേണ്ടി എന്നറിയാമോ? മറ്റുള്ളവർ ആശ്ചര്യം കൂറുമാറ് നിന്നെ ഒരു സ്റ്റോണാക്കി, കോർണർ സ്റ്റോണാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് വേദനകളെ മറക്കാം, ബുദ്ധിമുട്ടുകളെ മറക്കാം, തഴയപ്പെടലുകളെ മറക്കാം, തള്ളലുകളെ മറക്കാം. ദൈവത്തിനെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്, ദൈവത്തിനെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് മറ്റുള്ളവർ ആശ്ചര്യം കൂറുമാറ് നമുക്ക് പറയാം, ഇത് യഹോവയാൽ സംഭവിച്ചു. തള്ളപ്പെടട്ടെ, തഴയപ്പെടട്ടെ, ഒറ്റപ്പെടട്ടെ, വലിച്ചെറിയട്ടെ, ഏത് ക്ലേശവും കടന്നു വരട്ടെ, അതിന് മധ്യം പറ, ഇത് യഹോവയാൽ സംഭവിച്ചു, ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് പറയുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുന്നു. ദൈവമായ കർത്താവ് രാവിലെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.